ഏവർക്കും സ്മൃതി സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. 10ാം ക്ലാസ്സിൽ ആകെ 5 യൂണിറ്റുകളാണ് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒരു കഥയാണ്. കഥയുടെ പേരാണ് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന കഥയും, രണ്ടാമതായിട്ടൊരു ടിപ്പണിയും, മൂന്നാമതായിട്ട് ഒരു കവിതയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് ആദ്യ പാഠഭാഗമായിട്ടുള്ള ബീർ ബഹൂട്ടി എന്ന ആ കഥയിലേക്ക് നമുക്ക് പോകാം. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിൽ കറുത്ത കുത്തുകളോടുകൂടിയ മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു കീടമാണ്. കഥയിലെ മർമ്മസ്പർശിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ അനേകം സാഹചര്യങ്ങളിൽ ഈ പ്രാണിയെ ഉപമിച്ചുകൊണ്ട് ലേഖകൻ പറയുന്നുണ്ട്. ഒപ്പം കഥ ആരംഭിക്കുന്നത് തന്നെ എന്താണ്, ഈ കുട്ടികൾ ബീർ ബഹൂട്ടിയാമിനെ നനഞ്ഞു കിടക്കുന്ന വയലുകളിൽ ബീർ ബഹൂട്ടിയാമിനെ തിരഞ്ഞ സാഹചര്യത്തെ വർണ്ണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. എന്താണ് ഈ കഥ പറയുന്നത്? കഥയുടെ പ്രതിപാദ്യം എന്ന് പറഞ്ഞാൽ 2 കൊച്ചുകുട്ടികളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേലയെന്നും സാഹിലെന്നും പേരായ 2 കൊച്ചുകുട്ടികളുടെ ഹൃദയഹാരിയായിട്ടുള്ള അവരുടെ സൗഹൃദം പ്രതിപാദിക്കുന്ന ഒരു കഥയാണ് ബീർ ബഹൂട്ടി. 1980 കാലഘട്ടത്തെയാണ് ഇവിടെ ലേഖകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാല്യകാല സൗഹൃദം എത്രത്തോളം ആത്മാർത്ഥമാണെന്നും അതിലെ നിഷ്കളങ്കതയും ഒക്കെ പ്രതിപാദിക്കുന്ന, നമുക്ക് ഈ കഥ വായിച്ചു നോക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ബാല്യകാലത്തേക്ക്, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ് ബീർ ബഹൂട്ടി. പ്രഭാത് എഴുതിയ ബീർ ബഹൂട്ടി എന്ന ഈ കഥ. കഥ വായിച്ച് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നാം ഓരോരുത്തർക്കും തോന്നിപ്പോകും, ഇത് ലേഖകൻ്റെ തന്നെ കഥയല്ലേ, ഇത് തൻ്റെ ജീവിത സാഹചര്യം തന്നെയല്ലേ ഇവിടെ ലേഖകൻ വർണ്ണിച്ചിരിക്കുന്നത്, തൻ്റെ ബാല്യകാലമല്ലേ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരെയും നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഥയുടെ അവതരണം. ഒരു ആത്മകഥാ ശൈലിയിലാണ് ലേഖകൻ ഈ കഥ എഴുതിയിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് മഴ പെയ്ത് തോർന്ന അന്തരീക്ഷത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. മഴ തോർന്ന അന്തരീക്ഷത്തെ വർണ്ണിച്ചുകൊണ്ട്, ഒപ്പം അതിനുശേഷമുള്ള ഇനിയും വരാനായിട്ട് വിതുമ്പി നിൽക്കുന്ന ആകാശത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. ഒപ്പം ആ പെയ്ത മഴ എങ്ങനെയാണ് പ്രകൃതിയെ സ്വാധീനിച്ചത്, പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ വർണ്ണിച്ചുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബാദൽ ബഹുത് ബरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. बादल बहुत बरस लिए थे, മഴ ധാരാളമായി പെയ്തിരുന്നു. फिर भी बहुत सारा पानी उनमें बचा हुआ था. എന്നിരുന്നാലും ഇനിയും ധാരാളമായി ജലം പിന്നെയും പെയ്യാനായിട്ട് അവിടെ ശേഷിച്ചിരുന്നു. ആകാശത്ത് ഇനിയും പെയ്യാനായി ധാരാളം ജലം അവശേഷിച്ചിരുന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുവേ തേ. ആ മഴമേഘങ്ങൾ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുവേ തേ, വയലുകൾക്കും വനങ്ങൾക്കും ഒക്കെ മുകളിലായിട്ട് വ്യാപിച്ചു കിടന്നിരുന്നു. സാരാ ആകാശ് മേഘോം സെ ഭരാത്ത. ആകാശം പൂർണ്ണമായിട്ടും മേഘങ്ങളാൽ നിറയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം മേഘാവൃതമായിരുന്നു. മേഘോം കി ഛായാओं में ഗീലി ഹവായേം ഇധർ ഉധർ കൂമ്രേതീം. അങ്ങനെയുള്ള മേഘങ്ങൾക്ക് കീഴിലായിട്ട് ഗീലി ഹവായേം ഇധർ ഉധർ കൂമ്രേതീം. ഗീലി ഹവായേം എന്നാൽ നനവുള്ള കാറ്റെന്നാണ് അർത്ഥം. നനവാർന്ന കാറ്റ് എന്ന അർത്ഥത്തിലാണ് ഗീലി ഹവായേം എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മേഘങ്ങൾക്ക് കീഴിലായിട്ട് ഗീലി ഹവായേം ഇധർ ഉധർ കൂമ്രഹീതീം, അങ്ങോളം ഇങ്ങോളം വീശുന്നുണ്ടായിരുന്നു നനവുള്ള കാറ്റ്. പേടോങ്കെ തനെ അഭിഭീഗീലേത്തെ. മരങ്ങളുടെയൊക്കെ തനെ എന്നാൽ തായ്തടി എന്നാണ് അർത്ഥം. തായ്തടി, ചൂട് ഭാഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പേടോങ്കെ തന്നെ അഭിഭീഗീലേത്തെ, മരങ്ങളുടെയൊക്കെ തായ്തടി ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. മൂംഗ്ഫലിയോങ്കെ ഹരേ കേത്തോമേം പീലെ ഫൂൽ അഭിഭീഗീലേത്തെ. അതായത് കപ്പലണ്ടി പാടങ്ങൾ, പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന
കപ്പലണ്ടിപ്പാടങ്ങൾ. അവയിലെ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ നിലക്കടലപ്പാടങ്ങളിലെ അവയുടെ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. മഴ പെയ്ത നനവ് അവയിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഖേത്തോമേം ചോട്ടാ ചോട്ടാ ബാജറ ഉഗാത്ത. ഒപ്പം വയലുകളിൽ ചെറിയ ചെറിയ ബാജറ തൈകൾ മുളച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ബാജറയ്ക്ക് ലംബേ പതലെ പാത്തോമേം പാനിക്ക് ബൂന്തേം അടക്കി ഹുയി തീം. എന്നുവെച്ചാൽ ഈ ബാജറയുടെ ലംബേ പതലെ എന്ന് പറഞ്ഞാൽ ലംബേ എന്ന് പറഞ്ഞാൽ നീളമുള്ള, പതല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, എന്ന് വെച്ചാൽ നേർത്ത് മെലിഞ്ഞ. പാത്തോമേം, പാത്ത എന്നാൽ പത്ത എന്നാണ് അർത്ഥം. പാത്തോമേം പാനിക്ക് ബൂന്തേം അടക്കി ഹുയി തീം. എന്ന് വെച്ചാൽ ബാജറയുടെ നീളമുള്ള മെലിഞ്ഞ ഇലകളിൽ പാനിക്ക് ബൂന്തേം അടക്കി ഹുയി തീം, ജലകണങ്ങൾ ആ ഇലകളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേം ഗീലെ കേത്തോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് കുലി ഹുയി തീ. ആ മഴക്കാറ്റിൽ വീശുന്ന മഴക്കാറ്റ് എന്തെല്ലാം ഗന്ധവും പേറിക്കൊണ്ടാണ് വീശിയിരുന്നതെന്ന് ഇവിടെ പറയുകയാണ്. ബാരിഷ് കി ഹവാമേം ഗീലെ കേത്തോം. ആ കാറ്റിന് ഗീലെ കേത്തോം നനഞ്ഞു കിടക്കുന്ന വയലുകളുടെ ഗന്ധമുണ്ടായിരുന്നു. ബാരിഷ് കി മഴയുടെ ഗന്ധമുണ്ടായിരുന്നു. ഹരിയാലിക്ക്, ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ ഗന്ധം ആ മഴക്കാറ്റിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തെ വർണ്ണിക്കുകയാണ്. മനസ്സിലാക്കുക, ഈ ബീർബൗട്ടി എന്ന് പറയുന്ന ഈ കീടം മഴക്കാലത്താണ് ധാരാളമായി കാണപ്പെടുന്നത്. മഴക്കാലത്ത് ധാരാളമായി വയലുകളിൽ കാണപ്പെടുന്ന ഒരു കീടമാണ് എന്തെന്ന് പറയുന്നത്, ബീർബഹൂട്ടി. അപ്പം ഇങ്ങനെ പറയാൻ കാരണം മഴ പെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിലാണ് കൂട്ടമായിട്ട് ഈ ബീർബൗട്ടിയാമിന് വയലുകളിൽ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ പറയാൻ വേണ്ടിയാണ് ആദ്യം തന്നെ മഴ പെയ്ത് കഴിഞ്ഞ ആ സാഹചര്യത്തെ ഇവിടെ വർണ്ണിക്കുന്നത്. ഉനെ ബീർബൗട്ടിയം സേ മിൽന ഹോത്താ ഥാ. ഈ കുട്ടികൾക്ക് ബീർബൗട്ടിയാമിനെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കേലിയെ കർസേ കുച്ച് സമയ പഹലെ നിഖൽ ആത്തേ തേ. അതായത് ഈ സാഹിലിനും ബേലയ്ക്കും ബീർബൗട്ടിയാമിനെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ബീർബൗട്ടിയാമിന് പോകുന്ന പോക്കിൽ അവർക്ക് ബീർബൗട്ടിയാമിനെ കണ്ടിട്ട് വേണം പോകാൻ. അതുകൊണ്ട് തന്നെ സോ വേ സ്കൂൾ കേലിയെ കർസേ കുച്ച് സമയ പഹലെ നിക്കലാത്തയത്തെ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും അല്പം നേരത്തെ പുറപ്പെടണമായിരുന്നു. കാരണം അവർക്ക് പോകുന്ന വഴിക്ക് വയലിൽ പോയി ബീർബൗട്ടിയാമിനെ തെരഞ്ഞ് കണ്ടുപിടിക്കണമായിരുന്നു, അല്ലെ അവയെ കാണണമായിരുന്നു. കസ്ബേ സേ സഠേ ഇൻ കേത്തോമേം എന്ന് വെച്ചാൽ എവിടെയാണ് ഈ ബീർബൗട്ടിയാമിനെ കാണപ്പെടുന്നത്? ഈ രക്തവർണ്ണത്തിലുള്ള ഈ പ്രാണി, ഈ കീടത്തെ ഇനി എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറയാണ്. കസ്ബേ സേ സഠേ ഇൻ കേത്തോമേം. കസ്ബ എന്നാൽ പട്ടണം, പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഇൻ കേത്തോമേം വേ ബീർബൗട്ടിയാം കോജ കർത്തേ ഥേ. എവിടെയാണ് അപ്പം കുട്ടികൾ ബീർബൗട്ടിയാമിനെ തിരഞ്ഞിരുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിലാണ് ഈ കുട്ടികൾ ബീർബൗട്ടിയാമിനെ തിരഞ്ഞിരുന്നത്. അപ്പം കസ്ബേ സേ സഡേ ഇൻ കേത്തോമേം വേ ബീർബൗട്ടിയാം കോജ കർത്തേ ഥേ. അവർ ബീർബൗട്ടിയാമിനെ തിരഞ്ഞിരുന്നു. അടുത്തതായിട്ട് ബീർബൗട്ടിയാമിൻ്റെ വിശേഷണമാണ് പറയുന്നത്. ബീർബൗട്ടിയാമിൻ്റെ വിശേഷണമാണ് സുർക്ക്, മുലായം, ഗദ്ബദി, ബീർബൗട്ടിയാം. സുർക്ക് എന്നാൽ രക്തവർണ്ണത്തിലുള്ളതെന്നും, മുലായം എന്നാൽ മൃദുലമായതെന്നും, ഗദ്ബദി എന്നാൽ മനോഹരമായതെന്നും എന്ന അർത്ഥം. അപ്പം സുർക്ക്, മുലായം, ഗദ്ബദി, ബീർബൗട്ടിയാം. രക്തവർണ്ണത്തിലുള്ളതും മൃദുലവും സുന്ദരവുമായ ബീർബൗട്ടിയാം. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തത്തിൻ്റെ സ്നേഹത്തുള്ളികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തത്തിൻ്റെ സ്നേഹത്തുള്ളികളോടാണ് ഇവിടെ ലേഖകൻ ബീർബൗട്ടിയാമിനെ ഉപമിച്ചിരിക്കുന്നത്. ഉൻകെ ബസ്തേ. ഇനി പറയാണ്, അങ്ങനെയുള്ള ഈ ബീർബൗട്ടിയാമിനെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നതിനായിട്ട് അവരുടെ മുന്നൊരുക്കം പറയാണ്, അതിനുവേണ്ടിയുള്ള അവരുടെ തയ്യാറെടുപ്പ് പറയാണ്. ഉൻകെ ബസ്തേ ഉൻകെ പീഡ് പർ ലദേ ഹോത്തേ തേ. ഉൻകെ ബസ്തേ, ബസ്തേ എന്നാൽ ബാഗ് എന്നാണ് അർത്ഥം. ഉൻകെ ബസ്തേ ഉൻകെ പീഡ് പർ ലദേ ഹോത്തേ തേ മീൻസ് അവരുടെ പുറത്ത് എന്താണ് തൂക്കിയിരുന്നു. ബസ്തേ ഉൻകെ പീഡ് പർ ലദേ ഹോത്തേ തേ ഓർ ഖൻദോം പർ ടംഗേ ഹോത്തേ തേ മീൻസ് പുറത്തൂടെ നിന്നാണ് നമ്മൾ തോളിലേക്ക് ഇങ്ങനെ തൂക്കിയിടത്തില്ലേ, അങ്ങനെ. അതായത് പുറത്തൂടെ അവരുടെ തോളിലേക്ക് ആ ബാഗ് എന്ത് ചെയ്തിരുന്നു, അവർ തൂക്കിയിട്ടിരുന്നു. അപ്പം ഉൻകെ ബസ്തേ ഉൻകെ പീഡ് പർ ലദേ ഹോത്തേ തേ ഓർ ഖൻദോം പർ ടംഗേ ഹോത്തേ. പുറത്തൂടെ അവർ തോളിലേക്ക് തൂക്കിയിട്ടിരുന്നു.
അടുത്തായിട്ട് വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹകർ. ഇനി എപ്രകാരമാണ് അവരവയെ തെരഞ്ഞിരുന്ന് പറയാണ്? വേക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹകർ. അവർ പരസ്പരം വളരെ അടുത്തിരുന്നുകൊണ്ട്, വളരെ ചേർന്നിരുന്നുകൊണ്ട്, ഉൻകെ ബസ് എന്താണ്? വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹകർ ബൽക്കി കഹനാ ചാഹിയേ, എന്തോ പറയാനുള്ളത് പോലെ, ബിൽകുൽ സട്കർ, ബിൽക്കുൽ സട്കർ, തീർത്തും ചേർന്നിരുന്നുകൊണ്ട്, പറ്റി ചേർന്നിരുന്നുകൊണ്ട്, വേ ബീർബൂട്ടിയാം ഖോജാ കർത്തേ തേ. അവർ ബീർബൂട്ടിയാമിനെ തിരഞ്ഞിരുന്നു. എപ്രകാരമാണ്? എങ്ങനെയാണ്? ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹകർ എന്ന് വെച്ചാൽ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് എന്ന് പറഞ്ഞാൽ അടുത്തുന്ന, ബഹുത്ത് നസ്ദീക് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുന്ന അർത്ഥം. അപ്പം അവർ പരസ്പരം വളരെ അടുത്തിരുന്നു കൊണ്ട് ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹകർ ബൽക്കി കഹനാ ചാഹിയേ. ബൽക്കി കഹനാ ചാഹിയേ എന്ന് എന്തോ പറയാനുള്ളത്, നമ്മൾ അടക്കമൊക്കെ പറയത്തില്ലേ, അതുപോലെ ബൽക്കി കഹനാ ചാഹിയേ എന്തോ പറയാനുള്ളത് പോലെ, ബിൽക്കുൽ സട്കർ. ബിൽക്കുൽ സട്കർ എന്ന് പറഞ്ഞാൽ തീർത്തും ചേർന്നിരുന്നുകൊണ്ട്, പറ്റി ചേർന്നിരുന്നുകൊണ്ട്, വേ ബീർബൂട്ടിയാം ഖോജാ കർത്തേ തേ. അവർ എന്തിനെ തിരഞ്ഞിരുന്നു? ബീർബൂട്ടിയാം ഖോജേ തേ, ബീർബൂട്ടിയാമിനെ തിരഞ്ഞിരുന്നു. ഉन्हें देखने के लिए. ഇനി പറയാണ്, അങ്ങനെയുള്ള ആ ബീർബൂട്ടിയാമിനെ കാണുന്നതിന് വേണ്ടി ബാരിഷ് കി ഗന്ധ് ഭരി പൂരി സമീൻ പർ ബൈഠ് ജായാ കർത്തേ തേ. എന്താ? അങ്ങനെയുള്ള ബീർബൂട്ടിയാമിനെ കാണാൻ വേണ്ടി അവരെന്തിനു പോലും മടിക്കുമായിരുന്നില്ല. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ആ വയലിൽ ഇരിക്കാൻ പോലും ഈ കുട്ടികൾ സന്നദ്ധരായിരുന്നു. അതിന് പോലും അവർ മടിച്ചിരുന്നില്ല. ഉन्हें देखने के लिए वे बारिश की गंध भरी, ബാരിഷ് കി ഗന്ധ് ഭരി, മഴയുടെ ഗന്ധം നിറഞ്ഞ, ഭൂരി സമീൻ പർ. ഭൂരി സമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നനഞ്ഞു കിടക്കുന്ന, മഴയുടെ ഗന്ധം നിറഞ്ഞ നനഞ്ഞ മണ്ണിൽ ബൈഠ് ജായാ കർത്തേ തേ, ഇരിക്കാൻ പോലും ആ കുട്ടികൾ സന്നദ്ധരായിരുന്നു. ഇനി നമ്മൾ പഠിക്കേണ്ടത്, അപ്പം മനസ്സിലാക്കുക, ഈ സാഹചര്യമാണ് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് എന്താണ് പട്കഥയായിട്ട് ചോദിച്ചത്. ഈ വയലുകളിൽ സാഹിലും ബേലയും ബീർബൂട്ടിയാമിനെ തിരയുന്ന ഈ സാഹചര്യമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിന് ചോദിച്ചത്. അതിനു മുമ്പുള്ള ഒരു വർഷം എക്സാമിന് ഈ സാഹിലും ബേലയും ബീർബൂട്ടിയാമിനെ തിരയുന്ന സാഹചര്യം വാർത്താലാപായിട്ട്, കോൺവെർസേഷനായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ വയലിൽ ബീർബൂട്ടിയാമിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാഹിലും ബേലയും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് അടുത്തതായിട്ട് നാം പഠിക്കുന്നത്. നോക്കൂ. ബേല, देखो इस ബീർബോട്ടി का रंग तुम्हारे रिबन के जैसा लाल है. ബേല, നോക്കൂ, ഈ ബീർബോട്ടിയാം എന്തുപോലെ? നിന്റെ റിബൺ പോലെ ചുവന്നിരിക്കുന്നു ഈ ബീർബോട്ടിയാം. സാഹിലിനെ കഹ. അപ്പോൾ സാഹിൽ പറയാണ്, നോക്കൂ ബേല, ഈ ബീർബോട്ടിയാം നിന്റെ തലയിൽ കെട്ടിയിരിക്കുന്ന, നിന്റെ എന്താണ് മുടിയിഴകളിൽ കെട്ടിയിരിക്കുന്ന റിബൺ പോലെ ചുവന്നിരിക്കുന്നു. എന്തിൻ്റെ നിറം? ഈ ബീർബോട്ടിയാമിൻ്റെ നിറം. നമ്മൾ പറഞ്ഞതല്ലേ ബീർബോട്ടിയാമിൻ്റെ നിറം എങ്ങനെയാണ്? രക്തവർണ്ണമാണ്. എന്തിൻ്റെ നിറം? ബീർബോട്ടിയാമിൻ്റെ നിറം. വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും സാഹിൽ. അപ്പം ബേലയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും സാഹിൽ ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ വല്ലതും കേട്ടുവോ ബേല? ഹാ സുനാ. ഓം ഹാ സുന, അതെ കേട്ടു. ഇപ്പോഴാണ് ബേല മറുപടി നൽകുന്നത്. അതേ കേട്ടു. പഹലി കടി ലേ ഗയി ഹേ, പഹലി കടി ലേ ഗയി ഹേ. ആ ഞാൻ കേട്ടു, ഫസ്റ്റ് ബെൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സാഹിൽ പറയാണ്, ലേക്കിൻ മുച്ചേ പെൻമേ സ്യാഹി പർവാനി ഹേ ദുക്കാൻ സേ. അയ്യോ, എനിക്കിപ്പോൾ പേനിൽ മഷി നിറയ്ക്കണമല്ലോ, കടയിൽ പോയി. കാരണം എൻ്റെ പേനിൽ മഷി തീരാറായി, എനിക്കിനി കടയിൽ പോയി മഷി നിറയ്ക്കണമല്ലോ എന്ന് പറയുകയാണ്. അവിടെ നമ്മുടെ ഫസ്റ്റ് ഭാഗം തീരുകയാണ്. മനസ്സിലായോ? ഫസ്റ്റ് ടോപ്പിക്ക് അവിടെ ഒന്നാമത്തെ പാർട്ട്, ഈ കഥയുടെ ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഥ മുന്നോട്ട് പോകുന്നത് ചെറിയ ചെറിയ സന്ദർഭങ്ങളിലൂടെയാണ്, ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സംഭവമായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. ആ സന്ദർഭത്തെ ബേസ് ചെയ്തുകൊണ്ട്, ആ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതായിട്ട് ഈ സാഹിലും ബേലയും എന്താണ് കടന്നു വരുന്ന, അവരുടെ വീടും സ്കൂളും അവരുടെ സ്ഥിതി ചെയ്യുന്ന അവരുടെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് അടുത്തതായിട്ട് അടുത്ത പാരഗ്രാഫിൽ ലേഖകൻ പറയുന്നത്. 1981 का साल, 1981 വർഷം, രാജസ്ഥാൻ में जयपुर के नज़दीक
सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡിയും ഓർ മാൽഗാഡിയും സേ സദാ ഭരാ ഫുലേര ജംഗ്ഷൻ. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സവാരി വാഹനങ്ങളാലും ചരക്ക് വാഹനങ്ങളാലും എപ്പോഴും നിറഞ്ഞു കാണപ്പെടുന്ന ഒരു ജംഗ്ഷൻ ഫുലേര. കസ്ബേ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. പട്ടണം പോലെ തന്നെ ഇടുങ്ങിയതും ശൂന്യവുമായ തെരുവുകൾ. ഗലിയോമേം, ഒപ്പം ഈ തെരുവുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗലിയോമേം ഖാമോഷ് കടേ ബിജ്ലി കെ കംഭേ. അപ്പം തെരുവുകളിൽ നിശബ്ദമായി നിലകൊള്ളുന്ന ബിജ്ലി കെ കംഭേ. ബിജ്ലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നുള്ള അർത്ഥം. ബിജ്ലി കെ കംഭേ എന്നാൽ ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നുള്ള അർത്ഥമാണ്. ഇൻ ഗലിയോമേം ഓർ കംഭോങ്കെ ബീച്ച്, അങ്ങനെയുള്ള ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുന്ന കംഭോങ്കെ ബീച്ച് കിഞ്ചി താരോങ്കി കതാരയും. താർ എന്നാൽ കമ്പി, താരോങ്കി കതാരയും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കമ്പികൾ ഇങ്ങനെ വലിച്ചു കിട്ടിയിരുന്നു. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ആ തെരുവുകളിൽ നിശബ്ദമായി സൈലൻ്റായിട്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മധ്യേ കൂടി ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്ന ലൈൻ കമ്പികൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒപ്പം ഇൻ ഗലിയോമേം ജഹാം തഹാം ദിഖായി പട്ടേ, ഈ തെരുവുകളിൽ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും മീഠി ഖടിയാം ബജാത്തെ ഭേരിവാലെ. മധുര മണിനാദം മുഴക്കുന്ന കച്ചവടക്കാരെ ഈ തെരുവുകളിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എക് അന്ധേരി സി. ഇനി ഒരു തെരുവിനെ പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു തെരുവിനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ലേഖകൻ പറയാണ് ഏക് അന്ധേരി സി ഗലി മേം. ഏക് അന്ധേരി സി, ഒരു ഇരുട്ട് വീണ ഒരു തെരുവില് ചേ സാത് ഗദ്ധോങ്കി കുറോങ്കി ടാപ്പോങ്കി ആവാസേ. 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം നമുക്ക് എവിടെ കേൾക്കാൻ കഴിയും? ഒരു ഇരുണ്ട തെരുവിൽ അവിടെ കേൾക്കാൻ കഴിയുമായിരുന്നു 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. കഴുതകളുടെ കുളമ്പടി ശബ്ദത്തിന് പറയുന്നതാണ് ഗദ്ധോങ്കി കുറോങ്കി ടാപ്പോങ്കി ആവാസേ. और എന്താണ് ഉൻകെ പീച്ചെ ചലത്ത ഏക് ബഥൻ ഉഖാടെ കുമാർ. ആ കഴുതകൾക്ക് പിന്നാലെ നടന്നു വരുന്ന ഏക് ബഥൻ ഉഖാടെ എന്നാൽ അർദ്ധനഗ്നനായിട്ട് വരുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കുക ഉടുപ്പിടാതെ നടന്നു വരുന്ന ഒരു കുശവൻ. ഉൻകെ പീച്ചെ ചലത്ത ഏക് ബഥൻ ഉഖാടെ കുമാർ. ഇസി ദൃശ്യക്കെ ബീച്ച് സേ ഗുസർത്തെ ഹുയേ ദോ സ്കൂളി ബച്ചേ. ഈ പറഞ്ഞ കാഴ്ചകൾക്കും ഈ പറഞ്ഞ ദൃശ്യങ്ങൾക്കും എല്ലാം മധ്യേ കൂടി നടന്നു പോകുന്ന ദോ സ്കൂളി ബച്ചേ, 2 സ്കൂൾ കുട്ടികൾ. ഈ പറഞ്ഞ കാഴ്ചകൾ, നമ്മൾ പറഞ്ഞ ഈ ദൃശ്യങ്ങൾക്കും ഈ കാഴ്ചകൾക്കും എല്ലാം മധ്യേ കൂടി നടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികൾ. ആരെല്ലാം? സാഹിൽ ഓർ ബേല. സാഹിലും ബേലയും. उन दिनों पेन में 5 पैसे में നീലി സ്യാഹി ഭരി ജാതി തീ. ആ ദിനങ്ങളിൽ 1980 കാലഘട്ടത്തിൽ പറയാണ് 5 പൈസ മേം, 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ പെൻമേം നീലി സ്യാഹി ഭരി ജാതി തീ, പേനയിൽ നീല മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. എപ്രകാരം? സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. സ്റ്റേഷനറി കെ ദുക്കാൻ വാല മീൻസ് സ്റ്റേഷനറി കടക്കാരൻ. ഡ്രോപ്പറിലൂടെ നമുക്ക് തുള്ളിമരുന്ന് കൊടുക്കുന്ന പോലെയുള്ള ഡ്രോപ്പർ ഉണ്ട്. ആ ഡ്രോപ്പറിലൂടെ പേനയിലേക്ക് മഷി നിറച്ച് നൽകിയിരുന്നു. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു വർക്കാണ്. ഹിന്ദി ഭാഷ വളരെ പ്രയാസകരമായി നമുക്ക് തോന്നാൻ കാരണം അർത്ഥം മനസ്സിലാക്കാതെ പഠിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസം പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിന്ദി. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഭാഗം പഠിപ്പിച്ച് അവസാനിപ്പിച്ചിടം വരെ ഓരോ പാരഗ്രാഫ് ബേസ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് അതിൻ്റെ മലയാളം, സെക്കൻഡ് പാരഗ്രാഫ് അതിൻ്റെ മലയാളം, അങ്ങനെ അവസാനിപ്പിച്ചിടം വരെയുള്ള പാരഗ്രാഫുകൾ നിങ്ങൾ 2 തവണ എഴുതി പഠിക്കുക. അത് നിങ്ങൾക്ക് വളരെ അർത്ഥം പഠിക്കുകയും ചെയ്യാം. ഏത് പാരഗ്രാഫ് എക്സാമിന് ചോദിച്ചാലും വളരെ അനായാസം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ലഭിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നന്ദി.